ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കണം. ഇന്ന് ഞാൻ രാജമ്മയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. രാജമ്മ പൊൻകുന്നംകാരിയാണ്. രാജമ്മയുടെ ഭർത്താവിൻ്റെ പേര് കേശവൻ എന്നാണ്. അദ്ദേഹം ചെറിയ കച്ചവടക്കാരനായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയായിരുന്നു കേശവൻ ഉണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം രാജമ്മയും മക്കളെയും ഒക്കെ നാട്ടിൽ നിർത്തിയിട്ട് അയാൾ തമിഴ്നാട്ടിലേക്ക് സാധനം എടുക്കാൻ പോയപ്പോൾ ഒരു ലോറി അപകടമുണ്ടായി. ആ ലോറി അപകടത്തിൽ കേശവൻ മരണപ്പെട്ടു പോവുകയുണ്ടായത്. ആ സമയത്ത് രാജമ്മയുടെ പ്രായം 30-ന് താഴെയാണ്. 3 കുഞ്ഞുങ്ങളാണുള്ളത്: വനജയും ജലജയും ജയനും. അങ്ങനെ 3 കുട്ടികളാണ്. ജയൻ ഇളയ ആളാണ്. ഇവർക്ക് പൊൻകുന്നത്തിനടുത്ത ആ സ്ഥലത്തായിട്ട് ഒരു 14 സെൻറ്റ് സ്ഥലമുണ്ട്. 14 അല്പം സ്ഥലമുണ്ട്. ഒരു ചെറിയ വീടുമുണ്ട്. പക്ഷേ രാജമ്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മക്കൾ കുഞ്ഞാണ്, അവരെ പഠിപ്പിക്കണം. വലിയ ഉത്തരവാദിത്വം രാജമ്മയുടെ ചുമലിലേക്ക് വന്നു ചേർന്നു. ഭർത്താവ് അകാലത്തിൽ മരണപ്പെട്ടു പോയില്ലേ. അങ്ങനെ രാജമ്മ പൊൻകുന്നത്തും കാഞ്ഞിരപ്പള്ളിയിലുമായുള്ള സമീപ പ്രദേശത്തുള്ള ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കൊക്കോ ഫാക്ടറി ഉണ്ടായിരുന്നു. ഈ നമ്മുടെ കാഡ്ബറീസിന് കൊക്കോ എടുക്കുകയും അത് പൊട്ടിച്ച് പരിപ്പൊക്കെ എടുത്ത് മാറ്റി അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ഒരു കമ്പനിയാണ് അവിടെ രാജമ്മയ്ക്ക് ടെമ്പററി ആയി കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്തതിന് ശേഷം അത് വലിയ സമരവും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ആ കൊക്കോ ഫാക്ടറി അടച്ചു പോവുകയുണ്ടായി. അതിനുശേഷം അവിടെയുള്ള വീടുകളിലും ചായക്കടകളിലും അവിടെയൊക്കെ ജോലി ചെയ്തിട്ടാണ് രാജമ്മ ഈ കുട്ടികളെ വളർത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വന്നത്. 2 പെൺകുട്ടികളാണ്. മൂത്തത് 2 പെൺകുട്ടികളാണ്. കുട്ടികൾ പഠിക്കാനൊന്നും ആരും വലിയ മെച്ചമൊന്നും ആയിരുന്നില്ല. എങ്കിലും അത്യാവശ്യം സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണമല്ലോ. പെൺകുട്ടികളെ വീട്ടിലിരുത്താൻ സാധിക്കത്തില്ലല്ലോ എന്നോർത്ത് അത് അവരുടെ സുരക്ഷയെ കൂടി കണക്കാക്കി എടുത്തിട്ടാണ് രാജമ്മ പെൺകുട്ടികളെ നമ്മുടെ പൊൻകുന്നം സ്കൂളിലാണ് അയച്ചിരുന്നത്. അങ്ങനെ പ്രായമായ പെൺകുട്ടികളുടെ വിവാഹപ്രായമൊക്കെ ആയ സമയത്ത് രാജമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, അപ്പോഴും ഇളയവൻ പഠിക്കുന്നതേ ഉള്ളൂ. രാജമ്മ അത്യാവശ്യം ചെറിയ കല്യാണാലോചനകളൊക്കെ വന്നപ്പോൾ 2 പെൺമക്കളെയും സ്ഥലമുണ്ടായിരുന്ന സ്ഥലത്തിനകത്ത് 10 സെൻറ്റ് സ്ഥലം രാജമ്മ വിൽക്കുകയുണ്ടായി. അങ്ങനെ ആ 10 സെൻറ്റ് സ്ഥലം വിറ്റിട്ട് രാജമ്മ 2 പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ചു. വീടാന്തരം കയറി രാപകലില്ലാതെ ഓരോ സ്ഥലങ്ങളിലും ജോലി ചെയ്ത് സ്വരുക്കൂട്ടി ഉണ്ടാക്കി കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചു. പിന്നെ ഇളയ ആൾ ജയനാണ്. ജയനെ അപ്പോൾ അത്ര ചെറിയ ആളല്ല. ജയന് ദേഷ്യമായിരുന്നു. സ്ഥലം വിറ്റ് സഹോദരിമാരെ വിവാഹം കഴിച്ചു. ഇനി തനിക്ക് എന്താണുള്ളത്? ആകെപ്പാടെ ഒരു കൂനാച്ചി പെരയും ഒരു ചെറിയ 4 സെൻറ്റ് സ്ഥലവുമാണുള്ളത്. ഇത് എന്നാത്തിനാണെന്ന് പറഞ്ഞ് രാജമ്മയോട് എന്നും മകൻ വഴക്കായിരുന്നു. രാജമ്മ പറഞ്ഞു, എടാ നിൻ്റെ സഹോദരിമാരല്ലേ, അവർക്കൊരു ജീവിതം വേണ്ടേ, അവരെ നമ്മൾ എന്ത് ചെയ്യും? അവരെ വിവാഹം കഴിച്ച് അയക്കേണ്ടേ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നീ ഇത്രയും വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കി കുറച്ച് സ്വർണം മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിൻ്റെ അച്ഛൻ വാങ്ങിയിട്ടിട്ട് പോയി 14 സെൻറ്റ് സ്ഥലമുള്ളത് കൊണ്ട് അതിനാൽ 10 സെൻറ്റ് സ്ഥലം അവർക്ക് കൊടുക്കണ്ടേ? നിനക്ക് 1 സെൻറ്റ് സ്ഥലമല്ലേ ഇല്ലാതെയായി പോയുള്ളൂ. നിനക്ക് വീടുണ്ടല്ലോ. അല്ലെങ്കിൽ നീ ഒരു ആൺകുട്ടിയല്ലേ, നിനക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉണ്ടാക്കാമല്ലോ. അവർ പെൺകുട്ടികളല്ലേ, വല്ലവരുടെയും വീട്ടിൽ പോയി വല്ലവരുടെയും ഭാര്യമാരെ കഴിയേണ്ട പെൺകുട്ടികളല്ലേ, അതുകൊണ്ട് നീ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ജയൻ അത്ര സമാധാനമായില്ല. ജയൻ പറഞ്ഞു, എനിക്ക് ബിസിനസ് ചെയ്യണം, എനിക്ക് പഠനമൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് പൈസയില്ല, ഈ 4 സെൻറ്റ് സ്ഥലം ഞാൻ വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ രാജമ്മ പറഞ്ഞു, മോനെ നീ ഈ 4 സെൻറ്റ് സ്ഥലം നമുക്കുള്ള കിടപ്പാടമാണ്, അമ്മ എവിടേക്ക് പോകും? അപ്പോഴും ജവൻ പറഞ്ഞു, അമ്മയ്ക്ക് എവിടേക്ക് പോയാലും പ്രശ്നമില്ല, എനിക്ക് ഒരു ഗതി ഉണ്ടാകണ്ടേ, ഇങ്ങനെ ജീവിച്ചാൽ ഈ 4 സെൻറ്റ് സ്ഥലവും കെട്ടിപ്പിടിച്ചിട്ട് എന്ത് കാണിക്കാനാണ്? അതുകൊണ്ട് ഈ 4 സെൻറ്റ് സ്ഥലം വിറ്റ ഉള്ള പൈസയും വേണ്ടി എനിക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു ചെറിയ ബിസിനസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ പോയി തേങ്ങാ കച്ചവടമൊക്കെയാണ്, എനിക്കത് ബിസിനസ് ചെയ്യണം. പിന്നെ പൈസ ആയി കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. തൽക്കാലം എനിക്ക് ഈ 4 സെൻറ്റ് സ്ഥലം വിറ്റേ മതിയാകൂ എന്ന് നമ്മുടെ രാജമ്മയുടെ മകനായ ജയൻ പറയുകയുണ്ടായി. അമ്മയല്ലേ, മക്കളിങ്ങനെ പലതും പറയുമ്പോഴേക്കും ചിലപ്പോഴൊക്കെ അവരുടെ ആ ശാഠ്യത്തിന് മുമ്പിൽ, അവരുടെ ആ മനസ്സിന് മുൻപിൽ അമ്മമാർ തോറ്റു കൊടുക്കും, കീഴടങ്ങി കൊടുക്കും. ആ രാജമ്മയ്ക്ക് അറിയില്ല താൻ എവിടേക്ക് പോകും, എവിടെ പോയി നിൽക്കും, എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും എന്നൊക്കെ ആലോചിച്ചപ്പോൾ ജയൻ പറഞ്ഞു കൊടുത്തു, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നമ്മുടെ ഈരാറ്റുപേട്ടയ്ക്കും പിണ്ണാക്കിനാടും ഇടയ്ക്കായിട്ടുള്ള ഒരു അഭയസ്ഥാനമുണ്ട്.
ഓൾഡ് ഏജ് ഹോം പോലെയുള്ള സ്ഥലമാണ്. ഒരല്പം പൈസ ഞാൻ തരാം, ഒരാഴ്ച ഞാൻ ഒരു മാസത്തേക്ക് നിങ്ങളെ ഞാൻ അവിടെ കൊണ്ടാക്കാം, അവിടെ തൽക്കാലം നിന്നാലും മതി. ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ ബിസിനസ്സൊക്കെ പച്ച പിടിച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ, ചങ്ങനാശ്ശേരിയിലേക്ക് വീട് വാടകയ്ക്ക് എടുത്ത് നിങ്ങളെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാം, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ രാജമ്മയ്ക്ക് സമാധാനമായി. ഒരു മാസത്തെ കേസല്ലേ ഉള്ളൂ, സാരമില്ല, മകൻ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളും എന്ന് പറഞ്ഞപ്പോൾ രാജമ്മ മകനെ ഒപ്പം ഇരാറ്റുപേട്ടയിലേക്ക് പോയി. അവിടെ ഈ പ്രായമായ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഓർഫണേജ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, അല്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളും. അങ്ങനെ മകൻ ഒരു മാസത്തേക്ക് രാജമ്മയെ അവിടെ കൊണ്ടാക്കിയിട്ട് പോയതാണ്. മാസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 മാസമായിട്ടും മകൻ മടങ്ങി വന്നില്ല. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ടെലഫോണോ മൊബൈൽ ഫോണോ ഒന്നുമില്ല. ഒരാളെ നമുക്ക് തപ്പി കണ്ടുപിടിക്കണമെങ്കിൽ യാതൊരു പോംവഴിയുമില്ല, ഇറങ്ങിപ്പോയി കണ്ടുപിടിക്കുക എന്നല്ലാതെ മാർഗ്ഗങ്ങളൊന്നുമില്ല. രാജമ്മയെ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 1 മാസം 2 മാസം വരെയൊക്കെ അവർ സഹിച്ചു. അതിനുശേഷം പറഞ്ഞു, രാജമ്മയ്ക്ക് ആരോഗ്യമുള്ള സ്ത്രീയാണ്, നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യണം, ജോലി ചെയ്ത് സ്വന്തം കാര്യം നോക്കാൻ കെൽപ്പോട് കൂടി നോക്കൂ, മകനെ കണ്ടുപിടിക്കാനായിട്ട് നോക്കൂ, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജം പറഞ്ഞു, വേണ്ട, എനിക്ക് മകനെ കണ്ടുപിടിക്കണം, എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അവൻ ചങ്ങനാശ്ശേരിയിൽ അവിടെ ബിസിനസ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് രാജമ്മ ചെറിയൊരു ഫാണ്ടക്കെട്ടും എടുത്തിട്ട് ആ അനാഥ ഭവനിൽ നിന്ന് അല്ലെങ്കിൽ ആശ്രയ ഹോമിൽ നിന്ന് രാജമ്മ ഇറങ്ങുകയാണ് ചെയ്തത്. രാജമ്മ എവിടെ പോകണം, എങ്ങനെ പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. നേരെ പൊൻകുന്നത്തേക്ക് പോയി. അവിടെ കുറച്ച് കടകളും പരിചയക്കാരുമൊക്കെ ഉണ്ട്. 1-2 ദിവസമൊക്കെ അവിടെയൊക്കെ തങ്ങി ചുറ്റിപ്പറ്റിയൊക്കെ അവിടെ നിന്നു. പൈസ വേണം, എവിടെയാണ് താമസിക്കുവാനായിട്ട് ഒരു സ്ഥലമില്ല, ഒരു ജോലി വേണം, എന്ത് ചെയ്യും, മകനെ അന്വേഷിക്കണം, മകൻ എവിടെ പോയി എന്നറിയില്ല. ഉണ്ടായിരുന്ന സ്ഥലവും വീടും വിറ്റിട്ട് അവന് പൈസ കൊടുത്താണ്, അവന് വിശ്വസിച്ച് നൽകിയതാണ്. അവൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവൻ്റെ ഒരു അഡ്രസ്സും ഇല്ലാതെയായി മാറി. രാജാവ് മാനസികമായിട്ടും ശാരീരികമായും ആകെ തളർന്നു. മുന്നോട്ട് പോകണമല്ലോ. പെൺമക്കളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവർ വന്നപ്പോഴേ പറഞ്ഞു, അമ്മേ, ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ 2 ദിവസം താമസിക്കാം, അതിനപ്പുറത്തേക്ക് താമസിക്കാൻ സാധിക്കത്തില്ല. കാരണം ഞങ്ങൾ തന്നെ ഇവിടെ ഞെങ്ങിയാണ് കഴിയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ സ്ഥിരതാമസത്തിന് വേണ്ടി വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ജീവിതത്തെ തന്നെ അവതാളത്തിലാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യൂ, എങ്ങനെയാണെങ്കിലും നോക്കൂ, അവനെ കണ്ടുപിടിക്കാൻ നോക്കൂ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഏതെങ്കിലും വീട്ടിൽ പോയി വീട്ടുവേലക്കാരിയായി ജോലി നിൽക്കൂ. വയ്യാകതയാകുന്ന സമയത്ത് മുൻപുണ്ടായിരുന്ന ഒരു അനാഥാലയത്തിൽ അവിടെയല്ലേ നിങ്ങൾ നിന്നിരുന്നതോ, നിങ്ങൾ അവിടേക്ക് പൊക്കുള്ളൂ, കുഴപ്പമൊന്നുമില്ല. തൽക്കാലം ഒരു ദിവസം ഇവിടെ നിന്ന് അത്താഴമൊക്കെ കഴിച്ചിട്ട് രാവിലെ തന്നെ പൊക്കണം കേട്ടോ, അതിരാവിലത്തെ ബസ്സിന് തന്നെ പോകണം എന്നുള്ള മറുപടിയാണ് 2 പെൺമക്കളുടെയും ഭാഗത്തുനിന്ന് രാജമ്മയ്ക്കുണ്ടായത്. രാജമ്മ വിഷമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എത്രയോ ആളുകൾ മക്കൾക്ക് വേണ്ടി കരുതലോടുകൂടി ഓരോ ദിവസവും രാപകലില്ലാതെ പണി ചെയ്ത് ഓരോ കുഞ്ഞുറുമ്പുകൾ കൂട്ടുന്നത് പോലെ കൂട്ടി വെച്ചിട്ടാണ് 2 പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ചത്. മകൻ ധാരാളം വഴക്ക് പറഞ്ഞു ആ സ്ഥലം വിറ്റതിന്. ആ സ്ഥലവും വിറ്റിട്ടാണ് മക്കളെ 2 പേരെയും ഒരു കരക്കെത്തിച്ചത്. പക്ഷേ ഇപ്പോൾ 3 മക്കളും അവരവരുടെ ജീവിതം തേടി പോയപ്പോൾ അമ്മയെ 3 മക്കൾക്കും വേണ്ടാതെയായി. രാജമ്മയ്ക്ക് സങ്കടം സഹിക്കാനല്ല, ചില സങ്കടങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മളെ മാനസികമായിട്ട് ആ സങ്കടം നമ്മളെ ആകെപ്പാടെ തകർത്ത് കളയും. നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഒരു വഴിത്താരം നമ്മൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്കങ്ങനെ പോകാനായിട്ട് നമുക്ക് തോന്നുകയില്ല. അങ്ങനെ രാജമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലിനടുത്ത് കുറേ ചായക്കടകളൊക്കെ ഉണ്ട്. രാജമ്മയ്ക്ക് പരിചയമുള്ള സ്ഥലങ്ങളാണ് അവിടെയുള്ളൊരു ചായക്കടയിൽ രാജമ്മ ജോലിക്ക് കയറി. രാവിലെ മുതൽ ജോലി ചെയ്യണം, രാവന്തിയോളം ജോലി ചെയ്യണം. കാരണം രാജമ്മയ്ക്ക് ഭക്ഷണം മാത്രം പോരാ, രാജമ്മയ്ക്ക് താമസവും വേണം, വേറെ ഗതിയില്ലല്ലോ. അങ്ങനെ രാജമ്മ ആ ഹോട്ടലിലെ ജീവനക്കാരിയായിട്ട് അവിടെ കൂടുകയാണ് ചെയ്തത്. രാജമ്മയെ മാക്സിമം അവർ ചൂഷണം ചെയ്തു. കാരണം അവർക്കറിയാം രാജമ്മയ്ക്ക് പോകാനായിട്ട് ഒരു സ്ഥലമില്ല എന്നുള്ള കാര്യം. രാജമ്മയ്ക്ക് 5 ദിവസമേ രാജമ്മ ജോലി ചെയ്യുകയുള്ളൂ. ബാക്കിയുള്ള 2 ദിവസം രാജമ്മ മകനെ തേടി ഇറങ്ങി നടക്കും. എവിടേക്കാണ് പോകുന്നത്? കോട്ടയത്തേക്ക് പോകും, ചങ്ങനാശ്ശേരിയിലേക്ക് പോകും. എവിടെ പോയിട്ടാണ് മകനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം അറിയില്ല. രാജമ്മ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാജമ്മയ്ക്ക് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളായി ജോലി ചെയ്ത് മടുത്തു. ഭർത്താവ് 28 വയസ്സിൽ ഭർത്താവ് നഷ്ടപ്പെട്ടതാണ്. ആ സമയം മുതൽ ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. അങ്ങനെ 40-40 വർഷമായപ്പോഴേക്കും രാജമ്മയ്ക്ക് ഒന്നിനും വയ്യാത്തൊരു ഗതികേടിലേക്ക് എത്തി. ഒരു പൈസ പോലും നീക്കിയിരിപ്പില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യാൻ, വെള്ളവും കഴിക്കാം, കിടക്കാൻ ഒരു മൂലയിൽ, അടുക്കളയുടെ മൂലയിൽ ചാക്ക് വിരിച്ച് ഒരു ചെറിയ ലുങ്കിയുണ്ട്, അത് പുതച്ച് അവിടെ കിടക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന സ്ത്രീക്ക്
എങ്ങനെയാണെങ്കിലും 10-500 രൂപ ചിലവും കഴിഞ്ഞ് കൊടുക്കുന്ന ആ ഒരു സമ്പാദ്യത്തിലേക്കൊക്കെ നമുക്ക് മാറാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കിയിരിപ്പ് നമുക്ക് ഉണ്ടെന്ന് പറയാം. പക്ഷേ കുറേ നാളുകൾക്ക് മുൻപെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. എവിടെയെങ്കിലും നമ്മൾ ജോലി ചെയ്യും, ഭക്ഷണം കിട്ടും, അതുതന്നെ വലിയ കാര്യമാണ്. പിന്നെ കിടക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് കൂടിയാണ്. അങ്ങനെ രാജമ്മയ്ക്ക് വയ്യാതെയായി ജോലിയൊന്നും ചെയ്യാനൊന്നും, തീ ഊതാനായിട്ട്, വിറക് കീറാനായിട്ട്, വിറകെടുപ്പ് കത്തിക്കാനായിട്ട്, വലിയ അരിപ്പാത്രത്തിൽ അരി കഴുകി ഇടാനായിട്ട്, അരി ഊറ്റാനായിട്ട്, പച്ചക്കറി അരിയാനായിട്ട് ഒന്നും രാജമ്മയ്ക്ക് വയ്യാതെയായി. അസുഖങ്ങൾ, വലിവിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. തൊട്ടടുത്ത് ആശുപത്രി ആയതുകൊണ്ട് എന്നും അവിടെ പോയി മരുന്ന് വാങ്ങിക്കാൻ പറ്റുമോ? അങ്ങനെ രാജമ്മ അവർക്കൊരു ബാധ്യതയാകുന്നു എന്ന് തോന്നിയ സമയത്ത്, കാരണം ഇങ്ങനെ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറേ നാളൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ എന്ത് ചെയ്യും? അതുകൊണ്ട് അവർ പറഞ്ഞു രാജമ്മയുടെ സേവനം ഇനി ഇവിടെ മതി. പോയപ്പോഴേക്കും ഒരു 500 രൂപ കയ്യിൽ കൊടുത്തിട്ട് ആ കട ഇപ്പോഴും ആ ഹോട്ടൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുണ്ട്. അങ്ങനെ അവർ അത്രയും വലിയൊരു നല്ല കാര്യം ചെയ്തിട്ട് രാജമ്മയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എന്ത് ചെയ്യും, പ്രായമായി, ഒന്നുമില്ല, ആകെപ്പാടെ ചെറിയൊരു പാണ്ടക്കെട്ട് മാത്രമാണുള്ളത്. രാജമ്മയ്ക്ക് മുന്നോട്ട് പോകണം, മരുന്ന് കഴിക്കണം. അപ്പോഴേക്കും രാജമ്മ തീരാ രോഗിയായി മാറിയിരുന്നു. അങ്ങനെ പിന്നെ എവിടെ പോകും? കടത്തിണ്ണകളിൽ, ഓരോ കടത്തിണ്ണകളിൽ, പൊൻകുന്ന സ്റ്റാൻഡിൽ, കാഞ്ഞിരപ്പള്ളി സ്റ്റാൻഡിൽ, കോട്ടയം സ്റ്റാൻഡിൽ, ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ, കറുകച്ചാൽ സ്റ്റാൻഡിൽ, ഓരോ സ്റ്റാൻഡുകളിൽ ഇങ്ങനെ മാറി മാറിയാണ് രാജമ്മ താമസിച്ചു കൊണ്ടിരുന്നത്. എന്തിനാണ് ഓരോ സ്റ്റാൻഡുകളിലേക്ക് ഇങ്ങനെ മാറി മാറി കഴിയുന്നതെന്ന് അറിയാമോ? രാജമ്മ രാവിലെ മുതൽ ഇങ്ങനെ ഭിക്ഷ എടുത്ത് ഓരോ വീടുകളിലും ചെന്നിട്ട് തട്ടും. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്കും അവരെന്തെങ്കിലും കൊടുക്കും. രാജമ്മ നോക്കും, ആ വീട്ടിൽ ഇറങ്ങി വരുന്നയാൾ മകൻ പറഞ്ഞിരുന്നത് ചങ്ങനാശ്ശേരിയുടെ അടുത്ത് ബിസിനസ് നടത്താൻ പോവുകയാണ്, തേങ്ങാ ബിസിനസ്സാണ് നടത്താൻ പോകുന്നതൊക്കെയല്ല പറഞ്ഞത്. അങ്ങനെ രാജമ്മയ്ക്ക് പ്രതീക്ഷയാണ് എന്തെങ്കിലും മരണമടയുന്നതിന് മുമ്പ്, തൻ്റെ കരണടയുന്നതിന് മുമ്പ് തൻ്റെ മകനെ കാണാൻ സാധിക്കും. അവൻ്റെ വീട്ടിൽ, അവൻ പണിത വീട്ടിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ കൂടെ അവൻ വിവാഹം കഴിച്ച് കാണുമോ, അവൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കുമോ, അവൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും കഴിയാനായിട്ട് സാധിക്കുമോ എന്നുള്ള വിഷമത്തിലായിരുന്നു അമ്മ, എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു അമ്മ. ആഗ്രഹം ആശയുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആശയാണ്, നമ്മുടെ പ്രത്യാശയാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നതില്ലേ. ഇടയ്ക്കൊക്കെ രാജമ്മ തൻ്റെ പെൺമക്കളെ കാണുവാനായിട്ട് പോകും. ഭിക്ഷയെടുത്ത് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അതൊക്കെ സ്വരുക്കൂട്ടി വെച്ച് പലഹാരങ്ങളും മറ്റെന്തെങ്കിലുമൊക്കെ തുണിയൊക്കെ വാങ്ങിക്കേണ്ട. രാജമ്മ ഇട്ടത് വളരെ കീറിപ്പറഞ്ഞ പഴയ വസ്ത്രങ്ങളൊക്കെയാണ്. കാരണം തെരുവോരത്ത് കഴിയുന്ന ഒരു സ്ത്രീക്ക് ധാരാളം പരിമിതികളുണ്ട്. അങ്ങനെ രാജമ്മ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും പെൺമക്കൾക്ക് ആദ്യമൊക്കെ 1-2 തവണ ചെന്നപ്പോൾ വലിയ വിഷമമില്ലായിരുന്നു. പക്ഷേ ഭിക്ഷക്കാരിയായ അമ്മ വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുറച്ചിലാണ്. അവരുടെ മക്കൾ, അവരുടെ വീട്ടുകാർ, അവർക്കൊക്കെ അതൊരു അപഹാസ്യതയാണ്. അതുകൊണ്ട് അവർ മുഖത്ത് നോക്കി പറയും, നിങ്ങൾ തള്ളയെ മേലിൽ ഇങ്ങോട്ട് വരരുത്, നിങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കും, ഇങ്ങോട്ട് വരും, നിങ്ങൾ ഭിക്ഷയെടുത്ത് ജീവിക്കുകയോ, കടത്തിനെ കിടക്കുകയോ, ബസ് സ്റ്റാൻഡിൽ കിടക്കുകയോ, ഇനി വേറെ എവിടെയെങ്കിലും പോകുക, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് നിങ്ങൾ പൊയ്ക്കുള്ളൂ. നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നമ്മുടെ കമ്പം തേനുകൈ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെയൊക്കെ ഭിക്ഷ എടുക്കുക, അല്ലെങ്കിൽ വല്ല അമ്പലങ്ങളുടെ സൈഡിൽ പോയിട്ട് അവിടെ പോയി ഭിക്ഷ എടുത്ത് ഞങ്ങളെ നാണം കെടുത്തുവാനായിട്ട് ഇങ്ങോട്ട് നിങ്ങൾ വരരുത് എന്ന് 2 മക്കളും ജലജയും വനജയും പറഞ്ഞപ്പോൾ രാജമ്മയുടെ ഹൃദയം തകർന്നു പോയി. കാരണം അമ്മമാർക്ക് ഒരു അമ്മയാകുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അവരുടെ ആ പ്രായമാകുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ബുദ്ധിമുട്ട് എന്താണ്, അവരുടെ മാനസിക വ്യഥ എന്താണ്, അവർ അനുഭവിക്കുന്ന ശാരീരിക വിഷമങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. ആ തിരിച്ചറിവ് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ആ പ്രായം എത്തണം, ആ മാനസികാവസ്ഥയിലേക്ക് എത്തണം. അതല്ലാതെ ഒരിക്കലും ഒരു ചെറുപ്പക്കാർക്കും ആർക്കും ലോകത്തിൽ ഒരു പ്രായമായ സ്ത്രീയുടെ, ഒരു പ്രായമായ വൃദ്ധയുടെ, അല്ലെങ്കിൽ ഒരു പ്രായമായ അമ്മയുടെ മാനസികാവസ്ഥ ഒരിക്കലും ആർക്കും അത്ര പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്, വസ്തുതയാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും അമ്മമാർ ഇതിന് ഞാൻ പറയുന്നത് കളവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളെ മനസ്സിലാക്കുവാനുണ്ട്. നിങ്ങൾക്ക് ധാരാളം വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം, നിങ്ങൾ ധാരാളം കഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കാം, വളരെയേറെ ബുദ്ധിമുട്ടി മക്കളെ അനുഭവിച്ചവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ധാരാളം സ്വത്ത് ഉണ്ടായിരിക്കാം, പണം ഉണ്ടായിരിക്കാം, പദവി ഉണ്ടായിരിക്കാം, നല്ല ജോലി ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വിഷമവും മാനസിക പീഡനവും മാനസിക പിരിമുറുക്കവും ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും അത്രമാത്രം ആ ഒരു ഡീപ്പായി മനസ്സിലാക്കുകയില്ല. അതവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ ചെറിയ ബുദ്ധിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാരണം ധാരാളം അമ്മമാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനും അവരുമായി ഇടപഴകുവാനും അവരുമായി സംസാരിക്കുവാനും അവരുടെ കഥകൾ കേൾക്കുവാനും അവരെ സ്വാധീനിപ്പിക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ, ഇപ്പോഴുള്ള ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം അമ്മമാരെ മനസ്സിലാക്കുവാനായിട്ട് മറ്റൊരു അമ്മയ്ക്ക് പോലും ചിലപ്പോൾ അത് സാധ്യമായി എന്ന് വരികയില്ല. ആ ഒരു രീതിയിലേക്കാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും ഓരോ അനുദിനം നമ്മളുടെ ജീവിതത്തിലുള്ള ഓരോ സംഗതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അങ്ങനെ
രാജമ്മ ഇങ്ങനെ ഓരോ വീടുകളിൽ കൂടി രാപകലില്ലാതെ ഇങ്ങനെ ഭിക്ഷ എടുത്ത് നടക്കുകയാണ്. ഭിക്ഷ എടുത്ത പൈസ സ്വരുക്കൂട്ടി വയ്ക്കും. മകനെ കാണുമ്പോൾ മകന് കൊടുക്കണം, അല്ലെങ്കിൽ മരുന്ന് മേടിക്കണം അവന്, അല്ലെങ്കിൽ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പെൺമക്കളുടെ മക്കളെ കാണാതിരിക്കാൻ സാധിക്കത്തില്ല. അവരുടെ വീട്ടിലേക്കൊക്കെ വല്ലപ്പോഴുമൊക്കെ പോകണം. അങ്ങനെ പോയി ഒരു ദിവസം രാജമ്മ ഒരു വലിയ ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള വാഴപ്പള്ളിയിലുള്ള ഒരു വലിയ മണിമാളികയുടെ മുന്നിലേക്ക് രാജമ്മ ചെന്നു. രാജമ്മയ്ക്ക് നടക്കാനൊന്നും പാടില്ല, വളരെ ക്ഷീണിതയായിട്ടാണ് രാജമ്മ ചെന്നത്. ആ മണിമാളികയുടെ വീട്ടിൽ വന്നപ്പോൾ രാജമ്മയ്ക്ക് എന്തോ മാനസികമായിട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് ചെല്ലുമ്പോഴൊക്കെ ഓരോ വീടുകൾ കാണുമ്പോഴും രാജമ്മയുടെ മനസ്സിൽ തോന്നുക, ദൈവമേ ഇതായിരിക്കുമോ എൻ്റെ വീട്, എൻ്റെ കുഞ്ഞ് താമസിക്കുന്ന വീട് ഇതായിരിക്കും. പിന്നെ ഓർക്കും ഇത്രയും വലിയ വീട്ടിൽ അവൻ താമസിക്കാൻ വഴിയില്ല. ചെറിയ വീടുകളാകുമ്പോൾ രാജമ്മ ഓർക്കും ഇല്ലല്ല, അവൻ ബിസിനസ് ചെയ്യാൻ പോയതല്ലേ, അവൻ ഇത്ര ചെറിയ വീട്ടിലായിരിക്കില്ല താമസിക്കുന്നത്. അങ്ങനെ ആ അമ്മയ്ക്ക് ഒരു അങ്കലാപ്പാണ്. അങ്ങനെ ഒരു വലിയ വീട്ടിലേക്ക് ചെന്നപ്പോൾ രാജമ്മ ഒരു വീടിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ രാജമ്മയ്ക്ക് പെട്ടെന്ന് രാജമ്മ ആ ഭിത്തിയിലേക്ക് നോക്കിയപ്പോൾ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫോട്ടോ വെച്ചിരിക്കുന്നു. ആ ഫോട്ടോയിൽ 2 നല്ല പൂമാലയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു ചിത്രം, ദൈവത്തിൻ്റെ ചിത്രവും കൂടി ഉണ്ട്, അതിലും പൂമാലയുണ്ട്. രാജമ്മ നോക്കിയപ്പോൾ തൻ്റെയും തൻ്റെ ഭർത്താവിൻ്റെ പടമാണായിരിക്കുന്നത്. തനിക്ക് ജീവിച്ചിരിക്കുന്ന തന്നെ മരിച്ചു എന്ന് കരുതി ആ തൻ്റെ ചിത്രത്തിൽ മാലയിട്ട് വെച്ചിരിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ചിത്രത്തിൽ മാലയിട്ട് വെച്ചിരിക്കുന്നു. രാജയ്ക്കമ്മയ്ക്ക് മനസ്സിലായി ഇത് മറ്റൊന്നുമല്ല, ഇത് തൻ്റെ വീട് തന്നെയാണ്, തൻ്റെ മകൻ്റെ വീട് തന്നെയാണ്. ഇത്രയും വലിയ മണിമാളിക മറ്റാരുടെയും അല്ല, തൻ്റെ മകന് ഇത്രയും വലിയ പണക്കാരനാണോ, ഇത്രയും വലിയ മണിമാളികയിലാണോ എൻ്റെ മകൻ താമസിക്കുന്നത്? രാജമ്മയ്ക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചില്ല. രാജമ്മ അവിടെ അവിടെ കോളിംഗ് ബെല്ലൊക്കെ രാജമ്മയ്ക്ക് അടിക്കാൻ പേടിയാണ്. കാരണം രാജമ്മയുടെ കയ്യിലെ ചെളിയും അതും അടുക്കുമൊക്കെ ആ ഭിത്തിയിൽ അല്ലെങ്കിൽ ആ സ്വിച്ചിൽ പെരളുമോ എന്ന് കരുതി അമ്മ സ്വന്തം കൈയൊക്കെ തുടച്ചിട്ട് ആ സ്വിച്ചിൻ്റെ ഭിത്തിയിൽ ബെല്ലടിച്ചപ്പോൾ അജാനുബാഹുവായി ഒരാൾ അകത്തുനിന്ന് ഇറങ്ങി വന്നു. രാജമ്മ നോക്കി. തൻ്റെ മകനുമായി അയാൾക്ക് യാതൊരു സാമ്യമില്ല. പക്ഷേ ഒരമ്മയ്ക്ക് ഒരു മകൻ എത്രമാത്രം രീതിയിലേക്ക് മാറിയാലും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും മകനാണെങ്കിൽ. ശരിയല്ലേ? മകൻ നോക്കി അമ്മ സൂക്ഷിച്ചും നോക്കിയപ്പോൾ അതെ, അത് അവൻ തന്നെയാണ്, തൻ്റെ മകൻ ജയൻ തന്നെയാണ്. അമ്മയ്ക്ക് വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടി അമ്മ മോനെ വിളിച്ചു, മോനെ ജയ എന്ന് അമ്മയ്ക്ക് അത്രമാത്രം വിളിച്ചപ്പോൾ തന്നെ അയാൾ അകത്തേക്ക് ഉൾവലിഞ്ഞ് വേഗം വാതിലടച്ചിട്ട് ഒരു സെർവൻറ്റിനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, പട്ടി അഴിച്ചു വിടും, പുറത്തൊരു പിച്ചക്കാരി വന്നിരിക്കുന്നു. ഈ പച്ചക്കാരികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിച്ചക്കാരികൾ കടന്നു വരുമ്പോഴേക്കും ഇതുപോലെ വന്ന് അകത്ത് വന്ന് ബെല്ലടിക്കുകയും അകത്ത് കയറി നിന്ന് വൃത്തികേടാക്കുകയും ചെയ്യും. പട്ടീനെ എപ്പോഴും കോമ്പൗണ്ടിൽ അഴിച്ചു വിടണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല എന്ന് അകത്തുനിന്ന് അയാൾ ആക്രോശിക്കുകയാണ് ആരോട്. പെട്ടെന്ന് തന്നെ അകത്തുനിന്ന് വേറൊരു സ്ത്രീ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞ് അകത്ത് കയറുവാൻ? ഇവിടെ പട്ടിയുള്ള വീടാണ്, പട്ടിയെ അയച്ചു, നിങ്ങൾ വേഗം ഇറങ്ങിപ്പോകുക. അവർക്ക് ഒന്നും പറയാൻ പറ്റുന്നതിന് മുമ്പ് ഇവരുടെ കൈ പിടിച്ച് വലിച്ച് അവർ ഗേറ്റിന് പുറത്ത് എടുത്തിട്ട് 2 വലിയ പട്ടികളെ ആ മുറ്റത്തുണ്ടായിരുന്ന കൂട്ടിൽ കിടന്ന പട്ടികളെ അഴിച്ചു വിട്ടു. രാജമ്മ ഗേറ്റിനകത്ത് നിന്ന് പുറത്ത് നിന്ന് ഉള്ളിലേക്ക് നോക്കി. പട്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കളിക്കും. ഇനി മകന് തന്നെ മനസ്സിലാകാഞ്ഞിട്ടാണോ അവരെന്തിനാണ് തന്നെ പുറത്താക്കി പട്ടിയെ അഴിച്ചു വിട്ടത്? ആ അമ്മയ്ക്ക് സഹിക്കാൻ സാധിച്ചില്ല. അമ്മയ്ക്ക് മനസ്സിലായി, മോനെ ജയ എന്ന് വിളിച്ചപ്പോൾ അവൻ്റെ കണ്ണുകളിലെ ആ മാറ്റം ഒരിക്കലും ഏത് രീതിയിലേക്ക് എത്ര വലിയ കോടിപതിയായാലും എത്ര വലിയ രൂപസാദൃശ്യം വന്നു കഴിഞ്ഞാലും അമ്മമാർക്ക് ഒരിക്കലും മക്കളെ മനസ്സിലാകാതിരിക്കില്ല. അവർ ഏത് സ്ഥിതിയിലാണെങ്കിലും തങ്ങളുടെ മക്കളെ മനസ്സിലാക്കുക. കാരണം അത് ആ ഹൃദയത്തിൻ്റെ ആ വേവ് ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ടെലിപ്പതി അങ്ങനെയാണ്. പക്ഷേ ജയനെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വാഴപ്പള്ളിയിൽ മണിമാളികയിൽ താമസിക്കുന്ന റോഡിസിൽ താമസിക്കുന്ന ജയന് ഒന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ അമ്മ നിങ്ങളെ എത്രമാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടായിരുന്ന 4 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് തന്നിട്ട് ആ അമ്മയെ നിങ്ങൾ അഭയഭവനിൽ കൊണ്ട് തട്ടി കളഞ്ഞിട്ട് ആ സ്വത്തും പൈസയും വാങ്ങിയിട്ടാണ് നിങ്ങളിപ്പോൾ ഈ വലിയ മണിമാളികയിൽ ചങ്ങനാശ്ശേരിയിൽ കഴിയുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കേട്ടോ, നിങ്ങളുടെ അമ്മയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോ, നിങ്ങളുടെ അച്ഛൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ വലിയ പൂമാലയിട്ട് നിങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ പൂമാലയിട്ട് ആ വലിയ വീടിന് മുന്നിൽ അവരുടെ ഒരു എന്താ പറയുക, നാണമില്ലേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുവാനായിട്ട്? അമ്മ ജീവനോടെ സ്വന്തം ഭിക്ഷക്കാരിയായി സ്വന്തം വീടിന് മുന്നിൽ വന്നപ്പോഴേക്കും അവരെ പുറത്ത് ചാടിച്ചിട്ട് പട്ടിയെ അഴിച്ചു വിടാൻ അത്ര നികൃഷ്ട ജന്മമുള്ള ഒരു മനുഷ്യന് എന്തിനാണ് നിങ്ങൾ സ്വന്തം അമ്മയുടെ പടം വെച്ചിട്ട് അവിടെ വലിയ പൂമാലയിട്ട് വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എനിവേ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം ഓടി വരികയാണ്. എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ, അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണപ്പെട്ടു പോയ അവരുടെ വലിയ ഛായാചിത്രം അയാൾ വെച്ചിരുന്നു വീടിൻ്റെ മുന്നിൽ. അപ്പോൾ വീട് അയാളുടെ ഭാര്യയുടെ പേരിലായിരുന്നു വീട്.
ഭാര്യയുടെ വീട്ടിൽ അങ്ങനെ ആയതല്ല, അയാൾ എഴുതി കൊടുത്തതാണ്. അങ്ങനെ ഒരു ദിവസം അയാൾ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആ ഫോട്ടോ അവിടുന്ന് അവർ വലിച്ചു പറിച്ച് കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞിരിക്കുന്നത്. കാരണം അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചത്തുപോയ ആൾക്കാരുടെ ഫോട്ടോ വെക്കുവാനുള്ളതല്ല എൻ്റെ വീട്, ഈ ഫോട്ടോ വെക്കണമെങ്കിൽ നിങ്ങളൊരു വീട് വന്നിട്ട് ആ വീട്ടിൽ കൊണ്ട് വെച്ചോളൂ, ഈ വീട്ടിൽ ഈ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇളക്കി കളഞ്ഞ് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. നമ്മൾ വിദ്യാസമ്പന്നരായിട്ടും വിദ്യാസമ്പന്നകളായിട്ടുള്ള ടീച്ചർമാരും ചില ആളുകളും ചില സമൂഹത്തിലെ ഉന്നതി സ്വയം ഞാൻ വളരെ ഭക്തയാണ്, പരമഭക്തയാണ്, എനിക്ക് എല്ലാം തികഞ്ഞ ആളുകളാണ്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, സംസ്കാരമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലും പഴയ ആൾക്കാരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഫോട്ടോയോ ചിത്രങ്ങളൊക്കെ വീട്ടിൽ വെക്കുന്ന അവർക്കൊരു അവഹേളനമാണ്, അവർക്കൊരു കുറവാണ്. നീ ഭർത്താവിൻ്റെയും അമ്മയുടെയും അച്ഛനെയും അല്ല, ചിലപ്പോൾ അവരുടെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയൊന്നും അവർ വെക്കില്ലായിരിക്കും. ചിലരുടെ സംസ്കാരം അങ്ങനെയാണ്, ചിലരുടെ പൈതൃകം അങ്ങനെയാണ്. മരിച്ചുപോയവരെ എന്തിനാണ് ഭിത്തിയിൽ വെച്ച് നോക്കേണ്ടത്? അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വല്ലതും ചെയ്താൽ ചെയ്തു, അത്രയ്ക്കത്രയേ ഉള്ളൂ, അല്ലാണ്ട് അവരുടെ ഫോട്ടോ ഒന്നും വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നതിനകത്ത് ന്യായമില്ലാഴികയില്ല. ചിലർക്ക് അതിൽ ന്യായം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. സാന്ദർഭികവശമായി ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. ചില വേദനകൾ മനസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ അറിയാതെ ആ വേദനകൾ ഇങ്ങനെ ഉള്ളിൽ പുറത്തേക്ക് വരുമല്ലോ. എന്താണെങ്കിലും ആ അമ്മ അവിടെ നിന്ന് വീണ്ടും പോയത് പിന്നീട് അവർക്ക് നടക്കുവാനോ ഒന്നും ചെയ്യുവാനോ ഉള്ള ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. വീണ്ടും അവർ ആ പഴയ അനാഥാലയത്തിലേക്കല്ല പോയത്, കോട്ടയത്തുള്ള മറ്റൊരു അനാഥാലയത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് അമ്മ നെഞ്ചുപൊട്ടി കരയുകയാണ്. എല്ലാ ദിവസവും അവർ നെഞ്ചുപൊട്ടി കരയുകയാണ്. എങ്ങനെ കരയാതിരിക്കും? സ്വന്തം മകൻ കിലോമീറ്ററുകൾക്കപ്പുറം വലിയ മണിമാളിക വെച്ചിട്ട് അവിടെ താമസിക്കുമ്പോൾ അവനെ ഒന്ന് കാണാൻ, അവൻ്റെ ഭാര്യയെ ഒന്ന് കാണാൻ, അവൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാനായിട്ട് അമ്മയ്ക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് അല്ലേ? ആഗ്രഹങ്ങൾ ബാക്കി നിർത്തി രാജമ്മ മരണത്തിലേക്ക് മടങ്ങിപ്പോവുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും ആ വീട്, നമ്മുടെ ജയൻ്റെ വീട് ആ സ്ഥലത്ത് തന്നെയുണ്ട്. ആ ചിത്രങ്ങളിട്ട രാജമ്മയുടെ ഭർത്താവിൻ്റെയുമായിട്ടുള്ള ആ ചിത്രങ്ങളും അവിടെയുണ്ട്. ഇപ്പോഴും ആ മകൻ ആ ചിത്രങ്ങളുമായിട്ട് പ്രൗഢഗംഭീരമായിട്ട് വലിയ ബിസിനസ്സുകാരനായിട്ട് എല്ലാം തികഞ്ഞവനായിട്ട് അവിടെ കഴിയുന്നുണ്ട്. ഇതൊരു രാജമ്മയുടെ ഒരു ജയൻ്റെയോ മാത്രം കഥയല്ല കേട്ടോ. ഇത് നമ്മുടെ സമൂഹത്തിലുള്ള പല മക്കളും ഇങ്ങനെയാണ്. രാജമ്മയുടെ പെൺമക്കൾ രണ്ടുപേരും പൊൻകുന്നത്തും ചിറക്കടവിലുമായിട്ട് കഴിയുന്നുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, ഒരു ബുദ്ധിമുട്ടുകളുമില്ല. അവരുടെ അമ്മ ഏതോ ഒരു അനാഥയെപ്പോലെ, ഒരു ഭിക്ഷക്കാരിയെപ്പോലെ ഒരു ഓർഫണേജിൽ കിടന്ന് മരിച്ചു. അവർ പൊതു ശ്മശാനത്തിൽ അവർ സംസ്കരിക്കുകയും ചെയ്തു. അവർ മരിച്ച കാര്യമോ അവരുടെ അവസാന ഗതി എന്തായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു വേവലാതി പോലും ഇല്ലാത്ത മക്കൾ ജീവിക്കുന്ന സമൂഹത്തിലാണ് ഇന്ന് നമ്മളും ജീവിക്കുന്നത്. പ്രിയപ്പെട്ട അമ്മമാരെ, എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, അമ്മമാരെ നമ്മൾ വേദനിപ്പിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ ജനിപ്പിച്ചവരെ നമ്മൾ വേദനിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ശിക്ഷ ആ കൊടിയ പാപത്തിൽ നിന്ന്, അത് ജീവിച്ചിരിക്കുകയോ കിട്ടുമോ നരകത്തിൽ പോകുമോ എന്നുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് നമ്മളുടെ ആത്മാവിന് ഒരിക്കലും വിടുതൽ കിട്ടുകയില്ല എന്നുള്ളത് പച്ചയായ നഗ്നമായ യാഥാർത്ഥ്യമാണ്. ട്രാവൽ വിസുവിന് സത്യം തേടിയുള്ള യാത്രയിൽ ഒരല്പം വേദനയോട് കൂടിയിട്ടാണ് ഞാൻ രാജമ്മയുടെ കഥ പറഞ്ഞിട്ട് ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. വീണ്ടും നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.